യുഎസിലേക്ക് അനധികൃതമായി പ്രവേശിച്ച് പിടിക്കപ്പെടുന്നവരുടെ ജാമ്യം തടയാൻ നീക്കങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. അനധികൃത കുടിയേറ്റക്കാർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നത് തടഞ്ഞ് തടങ്കലിൽ വെക്കാനാണ് സർക്കാർ നീക്കം. ഇതുവഴി കുടിയേറ്റ നിയമത്തിലെ പഴുതടയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കുടിയേറ്റ നിയമത്തിലെ ഒരു പഴുതടച്ച് രാജ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് കീഴിൽ കുടിയേറ്റ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ വിശദീകരണം. പുതിയ നയം നടപ്പാക്കുന്നതോടെ യുഎസ് മെക്സിക്കോ അതിർത്തി വഴി രാജ്യത്തേക്ക് പ്രവേശിച്ച അനധികൃത കുടിയേറ്റക്കാരെ അടക്കം കേസ് കഴിയുന്നതുവരെ തടങ്കലിൽ വെക്കാൻ സർക്കാരിന് സാധിക്കും. നേരത്തെ അതിർത്തി കടന്നു വരുന്നവരെയും ചില കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെയുമായിരുന്നു ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തടങ്കലിൽ വെച്ചിരുന്നത്. ട്രംപിന്റെ പുതിയ നയം അനുസരിച്ച് യുഎസിൽ അനധികൃതമായി പ്രവേശിച്ചവരെ ജാമ്യത്തിൽ വിടുന്നത് തടയും. വർഷങ്ങളായി യുഎസിൽ താമസിക്കുന്നവർക്ക് ജാമ്യത്തിന് അപേക്ഷിക്കാനും തടങ്കൽ കേന്ദ്രത്തിന് പുറത്തുനിന്ന് തങ്ങളുടെ കേസ് വാദിക്കാനും അവസരമുണ്ടായിരുന്നു. പുതിയ മാർഗനിർദ്ദേശത്തിലൂടെ കുടിയേറ്റ നിയമത്തിലെ ഒരു പഴുതടയ്ക്കുന്നുവെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വക്താവ് യുഎസ് മാധ്യമമായ NBC ന്യൂസിനോട് അറിയിച്ചു. യുഎസിലേക്ക് നിയമവിരുദ്ധമായോ തെറ്റായോ ഉദ്ദേശത്തോടെയോ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന എല്ലാ വിദേശികളെയും നിയമത്തിന് കീഴിൽ തുല്യമായി പരിഗണിക്കും. ഇത് രാജ്യത്തിൻ്റെ ദീർഘകാല കുടിയേറ്റ നിയമവുമായി യോജിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ഇപ്പോഴത്തെ നീക്കം കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതുവരെ തടങ്കലിൽ വെക്കാൻ നിർദ്ദേശിക്കുന്നതാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പുതിയ മാർഗനിർദ്ദേശത്തെക്കുറിച്ച് വിദഗ്ധരുടെ അഭിപ്രായങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളെ തടങ്കലിൽ വെക്കാനും നാട് കടത്താനുമുള്ള ഭരണകൂടത്തിന്റെ ലക്ഷ്യം വളരുന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നതെന്ന് അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷനിലെ പ്രാക്ടീസ് ആൻഡ് പോളിസി കൗൺസിലായ വനേസ ഡോജാക്കോസ് ടോറസ് NBC ന്യൂസിനോട് പ്രതികരിച്ചു. പുതിയ മാർഗനിർദ്ദേശം ദശാബ്ദങ്ങളായി യുഎസിൽ താമസിക്കുന്നവരെയും യുഎസ് പൗരത്വമുള്ള കുട്ടികളുള്ളവരെയും തടങ്കലിൽ വെക്കാൻ കുടിയേറ്റ അധികാരികൾക്ക് വിവേചനാധികാരം നൽകുന്നു. കൂടാതെ ജാമ്യാപേക്ഷ കേൾക്കാൻ പോലും ജഡ്ജിക്ക് അധികാരമുണ്ടാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ മാർഗനിർദ്ദേശം നടപ്പിലാക്കുന്നതോടെ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമെന്ന് നിയമ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ നയം കുടിയേറ്റ കോടതികളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ട്രംപ് ഭരണകൂടം പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ടിലൂടെ കുടിയേറ്റ നിയമനിർവഹണത്തിനും അതിർത്തി സുരക്ഷയ്ക്കുമായി വലിയ തുക അനുവദിച്ചിരുന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് മാത്രം $75 ബില്യൺ നൽകിയത്. ഈ പണം ഉപയോഗിച്ച് 10,000 ഡിപ്പോർട്ടേഷൻ ഓഫീസർമാരെ നിയമിക്കാനും 1,00,000 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 58,000-ലധികം ആളുകൾ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. യുഎസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് മുതൽ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോകുകയാണ്. അതിർത്തി സുരക്ഷ ശക്തമാക്കുക, കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുക, അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ട്രംപ് ഭരണകൂടം പുതിയ നിയമങ്ങൾ നടപ്പാക്കി വരികയാണ്. പ്രധാനമായും അനധികൃത കുടിയേറ്റക്കാരോട് യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത സീറോ ടോളറൻസ് നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഈ വർഷം പകുതിയോടെ 2,00,000-ലധികം ആളുകളെ നാട് കടത്തിയിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെന്ന ആരോപണമുള്ളവരെയും നാട് കടത്തിയിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.